യൂസ് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ വിഷ്വലൈസ് ചെയ്യാൻ. അതേമാതിരി എൻഡോസ്പോർസ് ഹൈലി റെസിസ്റ്റൻ്റ് ആണ്, ഡോമിനന്റ് സ്ട്രക്ചർ ആണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാക്ടീരിയ ജനറലാണ്. പിന്നെ ബാസിലസ് അല്ലെങ്കിൽ കൊളസ്ട്രിയം അത് സർവൈവ് അൺഫേവറബിൾ കണ്ടീഷനിലാണ്. പിന്നെ അതൊക്കെ കപ്പ് കോട്ടാണ്, മെയ്ഡ് ബൈ കെരാറ്റിനാണ്, കെരാറ്റിനാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻഡോസ്പോർ സ്റ്റേനിങ് ഡിഫിക്കൽട്ട് ആണ്, റെഗുലർ സ്റ്റേനിങ്ങിൽ പ്രിൻസിപ്പിൾ അറിയണമെങ്കിൽ എൻഡോസ്പോർ തിക്കാണ്, തിക്കായിട്ടുള്ള കോട്ട ആയതുകൊണ്ടാണ്. പിന്നെ ഹീറ്റ് അപ്ലൈ ചെയ്യാം. റിയാജൻസ് യൂസ് ചെയ്യുന്നത് പ്രൈമറി സ്റ്റേനിങ് മെലാച്ചിമീനാണ് യൂസ് ചെയ്യുന്നത്. അത് സ്റ്റേജ് എൻഡോസ്പോറിനെ സ്റ്റേജ് ചെയ്യാൻ വേണ്ടി. ഡീകളറൈസേഷൻ വാട്ടർ റിമൂവ് എക്സസീവ് മെലാച്ചിമീൻ റിമൂവ് ചെയ്യാൻ വേണ്ടി. പിന്നെ കോമ്പോസ്റ്റിന് സാഫ്രാൻ യൂസ് ചെയ്യുന്നത് വെജിറ്റേറ്റീവ് സെൽസിലാണ് യൂസ് ചെയ്യുക. പിന്നെ പ്രൊസീജിയർ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് വെയിലിൽ ഹീറ്റ് ഫിക്സേഷനിൽ സ്മീർ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് പിന്നെ അത് മെലാച്ചിമിനി വെച്ച് കവർ ചെയ്യാം. അത് കുറച്ച് നേരം ഹീറ്റ് ചെയ്യാം. എന്നിട്ട് റിൻസ് ചെയ്തിട്ട് നമ്മൾ അതിൽ എക്സസ് ആയിട്ടുള്ള മെലാച്ചിമിനെ റിമൂവ് ചെയ്തിട്ട് കമ്പോസ്റ്റ് ചെയ്യാം സാഫ്രാൻ വെച്ചിട്ട്. എന്നിട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാം. റിസൾട്ട് തന്നെ എൻഡോസ്പോർസ് അപ്പോൾ ഗ്രീൻ കാരണം വെജിറ്റേറിയൻ സെൽസ് റെഡ് ആയിട്ട് കാണിക്കണം. ആപ്ലിക്കേഷന് അത് മെഡിക്കൽ മൈക്രോബയോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഐഡന്റിഫൈ പാത്തോജനിക് അങ്ങനത്തെ ഡിസീസ് ഒക്കെ ആൻഡ്രസിസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി വാട്ടർ സേഫ്റ്റിയിൽ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള